Hello, good morning. Good morning, teacher. Good morning, teacher. Morning. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാ? മെഡിക്കൽ ഇൻഷുറൻസ് പഠിച്ചു. ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കണേ. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി തരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാനുണ്ടോ? ഇല്ല, ആൻസർ ഒക്കെ കഴിഞ്ഞു പോയതാ അല്ലേ നമ്മള്? ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്റർ ഏതാ ഇനി നമുക്ക് നോക്കാനുള്ള? ലബോറട്ടറി സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ലാബ് സർവീസസിന്റെ ചാപ്റ്റർ ആണ് അടുത്തത് നമുക്ക് റിവൈസ് ചെയ്യാനുള്ള. ലബോറട്ടറി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമുക്കറിയാം. ലാബ് ടെസ്റ്റുകളാണ്. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷമാണ് പേഷ്യന്റിനെ എന്താ പറയാ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, അവർക്ക് വന്നിരിക്കുന്ന സിക്നസ് ഇൽനെസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി ഡോക്ടേഴ്സിനെ, ഫിസിഷ്യൻസിനെ ഒക്കെ സഹായിക്കുന്നത് അല്ലെ. ലാബ് ടെസ്റ്റുകളുടെ എല്ലാ രോഗങ്ങൾക്കും ലാബ് ടെസ്റ്റുകൾ നടത്തണമെന്നില്ല. ചില രോഗങ്ങൾക്ക് അവർക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാകും. എന്നാൽ ചില വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലാബ് ടെസ്റ്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ മെഡിക്കൽ ലബോറട്ടറീസ് എല്ലാം എന്താ പറയാ, എല്ലാ ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ ലബോറട്ടറീസ് ഒരേ വലിപ്പത്തിലോ അല്ലെങ്കിൽ ഒരേ മാതൃകയിലൊക്കെ തന്നെയാണെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഇരിക്കുക. കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ കോംപ്ലക്സിറ്റി ഉള്ള മെഡിക്കൽ ലബോറട്ടറീസ് ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഡിക്കൽ ലബോറട്ടറീസ് ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവിടുത്തെ എന്താ പറയാ ലാബുകൾ ഉണ്ടാകുക. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു കാർഡിയാക്കിന് ഒരു പ്രാധാന്യം കൊടുക്കാത്ത അല്ലെങ്കിൽ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഇങ്ങനെ പർട്ടിക്കുലർ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ ഡെന്റൽ കെയറിന് മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഡെന്റലിന് മാത്രമാണ് ചികിത്സ. അങ്ങനെ വരുന്ന സ്ഥലത്ത് ഒരു കാർഡിയാക്ക് ഹോസ്പിറ്റലിൽ വേണ്ട മെഷീൻസും അല്ലെ, എക്കോ കാർഡിയോഗ്രാം എടുക്കാൻ, അൾട്രാ ഡോപ്ലർ സൗണ്ട് അല്ലെ, അതൊക്കെ എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ടൊന്നും അത്തരം മെഷീൻസ് ഒന്നും വേണ്ടി വരില്ല. അവിടെ ഒന്നും അത് ആവശ്യമില്ല. അത്തരം ഹോസ്പിറ്റൽസ് അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ് നടക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ് മാത്രം മതിയാകും, അല്ലെങ്കിൽ അങ്ങനത്തെ ലാബുകൾ മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പൊ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുക. ഹോസ്പിറ്റൽ ലബോറട്ടറി സർവീസസ് വെരി ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ലാബ് സർവീസസ് നടത്തുന്ന നമ്മുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സർവീസ് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ലാബ് സർവീസ് എന്ന് പറയുന്നത്. വേരിയസ് ആയിട്ടുള്ള ഒരുപാട് മെക്കാനിക്കൽ, ബയോമെക്കാനിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകള്, പിന്നെ മെറ്റീരിയൽസ്, പിന്നെ കെമിക്കൽസ്, അതൊക്കെ നമുക്ക് ലാബ് ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് ലബോറട്ടറിയിൽ ആവശ്യമുണ്ട്. ബയോളജിക്കൽ സ്പെസിമെൻസ് ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽസ്, അതുപോലെ പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ അല്ലെ, നമ്മുടെ എന്താ പറയാ ഡൈജസ്റ്റീവ് അല്ലാത്ത സാധനങ്ങളൊക്കെ വിസർജിച്ച് കളയുന്നതാണ് സ്റ്റൂൾ. അപ്പൊ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള എക്യുപ്മെന്റ്സും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഇവിടെ ലാബിൽ അത്യാവശ്യമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചത്. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ലാബ് സർവീസസ് ആണ് ഓരോ ഹോസ്പിറ്റൽസിലും പ്രൊവൈഡ് ചെയ്യുന്ന, ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ബയോകെമിസ്ട്രി എന്ന് പറയുന്ന 3 ഡിഫറെന്റ് തരത്തിലുള്ള യൂറിനാലിസിസ്, പിന്നെ ബ്ലഡ് ബാങ്ക്, ഇതൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ലാബ് സർവീസസിന്റെ ഫംഗ്ഷൻസിൽ വരുന്നത്. അത് ഓരോന്നും നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റുകളുടെ പേരുകൾ പഠിച്ചു. പിന്നെ എന്താ പറയാ അവരുടെ ഈ ലാബിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ, ഓപ്പറേഷൻസ് ഒക്കെ ക്യാരി ഓൺ ചെയ്യുമ്പോൾ വാട്ട് ആർ ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. തോന്നിയ പോലെയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു ലാബിന്റെ ഫംഗ്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അപ്പൊ അതിനൊക്കെ ഒരു പോളിസീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ അവർക്ക് നേരത്തെ തന്നെ അവര് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാകും, പ്രൊസീജിയേഴ്സ് ഒക്കെ. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. പിന്നെ ലാബിൽ ഉപയോഗിക്കുന്ന റെക്കോർഡുകൾ, എന്തൊക്കെ തരത്തിലുള്ള റെക്കോർഡാണ് ലാബിൽ സൂക്ഷിക്കേണ്ടത്,
പിന്നെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് ലാബിൽ നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വളരെ സുരക്ഷിതമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ലാബ് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ പറഞ്ഞു ലാബിൽ പലതരത്തിലുള്ള കെമിക്കൽസുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ലബോറട്ടറിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ലാബിന്റെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കുറെ സിംബലുകളും സൈനുകളും ഒക്കെ നമുക്ക് കാണാം. അത് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സൂചിപ്പിക്കുന്നത് അവിടെ കാണിച്ചു. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഫോർ ലാബ് മാനേജർ. ലാബ് മാനേജർ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ചുമതലയിൽ പെടുന്നത് അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ പെടുന്നത്, ഇത്രയും എല്ലാം കൂടി ചേർന്നതാണ് ലാബ് സർവീസ് അല്ലെങ്കിൽ ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കണ്ടത്. ഏകദേശം ഇനി നമ്മൾ പോകെ നമുക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ തരാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് ചെയ്താലോ? പറയട്ടെ? ഓക്കെ, അപ്പൊ എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഹെഡിങ് എഴുതി വെക്കാട്ടെ. ലബോറട്ടറി സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതൊന്ന് എഴുതി വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. ചാപ്റ്ററിന്റെ നെയിം ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ. A place where tests are done. A place where tests are done on clinical specimens. To get information about the health of a patient. To get information about the health of a patient is called dash. A place where tests are done on clinical specimen to get information about the health of a patient is called dash. Next question. അടുത്തത്, a medical laboratory help in diagnosis, treatment and dash of disease. Diagnosis, treatment and dash of disease. അടുത്ത ക്വസ്റ്റ്യൻ. Medical laboratory is a part of the laboratory. Medical laboratory is a part of the laboratory. That is equipped with various dash. അത് ഞാൻ ഓപ്ഷൻസ് തരാണ്, നിങ്ങൾ അതൊന്ന് ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് എഴുതാം. താഴെ ഓപ്ഷൻ എ ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഓപ്ഷൻ എ ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അടുത്ത ഓപ്ഷൻ ബി reagents. Option C equipments.
Option D, all. Option D, all. എല്ലാം. Next question. Which are the examples for biological specimens? Biological specimens. Biological specimens. Next one. Who are the customers of medical laboratory? Who are the customers of medical laboratory? Clinic. Medical laboratory. Next question. Which of the following is not included in clinical pathology? Which of the following is not included in clinical pathology? Clinical pathology യിൽ വരാത്തത് ഏതാണെന്നാണ്. Option A, cytology. 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 Option B, hematology. HAE ഉണ്ട് ട്ടാ. HAEMATOLOGY. Hematology. Cytology. Hematology. Option C, virology. 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 And option D, histopathology. 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 Which of the following is not included in clinical pathology? അതിനകത്ത് വരാത്തത് ഏതാണെന്നാണ്. Next one. Which of the following is included in clinical biochemistry? Which of the following is included in clinical biochemistry? Option A, serology. SEROLOGY. Which of the following is included in clinical biochemistry? അതിനകത്ത് പെടുന്നത് ഏതാണ്? Serology. Option B, mycology. 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 Option C, both A and B. Option B, both A and B. Option D, neither A nor B. Neither A nor B. A യും അല്ല B യും അല്ല എന്നാണ്. Next question. What is the qualification of laboratory director? Laboratory director. DIRECTOR. What is the qualification of laboratory director? Next one. Controlling and managing. Adutha question. Controlling and managing all lab operations and
and ensuring quality patient care and ensuring quality patient care, controlling and managing all lab operations and ensuring quality patient care is the responsibility of dash, is the responsibility of dash. ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. Supervision of, അടുത്ത ക്വസ്റ്റ്യൻ, supervision of day-to-day functions of a lab, supervision of day-to-day functions of a lab, supervision of day-to-day functions of lab is the responsibility of, is the responsibility of dash, is the responsibility of dash. അടുത്ത ക്വസ്റ്റ്യൻ. ജനറൽ സൂപ്പർവൈസർ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജനറൽ സൂപ്പർവൈസർ, general supervisor may be the same person, general supervisor may be the same person as the dash. ജനറൽ സൂപ്പർവൈസർ ആരായിരിക്കാം എന്നാണ് അവിടെ ആസ് ദ ഡാഷ്. ഇനി MLS, MT, MLT അതിന്റെയൊക്കെ ഫുൾ ഫോംസ് എഴുതി തന്നിട്ടുണ്ടോ? എക്സ്പാൻഡഡ് ഫോം എഴുതി തന്നിട്ടുണ്ട്. MLS, MT, MLT. MLS എന്താണ്? MLS നമ്മള് ചാപ്റ്റർ എടുത്തപ്പോ എഴുതിയിട്ടുണ്ടല്ലോ. ഇതില്ലേ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. അതന്നെ, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ഒന്ന് അതിന്റെ താഴെ ഒന്ന് എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ച് MLS. അത് ഞാൻ പറയുന്നില്ല, ചോദ്യമായിട്ട് പറയുന്നില്ല, ഒന്ന് വെറുതെ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. MLS എന്ന് എഴുതാ, ഒരു ഹൈഫൻ ഇടാം. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, MLS. നെക്സ്റ്റ് MT എന്താണ്? MT മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. മെഡിക്കൽ ടെക്നോളജിസ്റ്റ് ആണ്. മെഡിക്കൽ ടെക്നോളജിസ്റ്റ് അത് ഇതാ, മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. അതിന് ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നില്ല, അത് ഏതെങ്കിലും ഒക്കെ ചോദിക്കും. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആദ്യത്തെ MLS. MT മെഡിക്കൽ ടെക്നോളജിസ്റ്റ് ആണ്. MLT അടുത്തത് ഏതാ? മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ് കേട്ടാ. MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ് MLT. അത് മൂന്നൊന്ന് എഴുതി അവിടെ വെച്ചേക്കാം കേട്ടാ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. എക്സ്പാൻഡ് PBT, എക്സ്പാൻഡ് PBT, PBTനെ എക്സ്പാൻഡ് ചെയ്യുക എന്നാണ്. Next one, gathering blood samples from, gathering blood samples from patients, gathering blood samples from patients for lab test, for lab test is done by, is done by dash. ബ്ലഡ് എടുക്കുകയും അത് ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ഇന്നൊക്കെ ബ്ലഡും സാമ്പിൾസും ഒക്കെ എടുക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ആരാ അത് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കണേ. ഈസ് ഡൺ ബൈ ഡാഷ്. അടുത്ത ക്വസ്റ്റ്യൻ.
which are the things affected things things affected affected in the infrastructure of a laboratory ഇതൊക്കെ കാര്യങ്ങളെ അഫക്ട് ചെയ്യുന്നതാണ് ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കിട്ടിയൊന്നു പോയി നോക്കിയേ. ഓക്കെ, എല്ലാത്തിന്റെയും കിട്ടിയതാണ് അല്ലെ? തുഷാര, നവമിയൊക്കെ കിട്ടിയോ? കിട്ടി. നവമിക്കോ? കിട്ടി മിസ്സേ. കിട്ടി. അപ്പൊ നമുക്ക് വേഗം ആൻസർ പറയാൻ പറ്റില്ല, സമയം കളയില്ല. ഓക്കെ, പറഞ്ഞോ ജാസ്മിൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോ. A place where tests are done on clinical specimens to get information about the health of a patient is called medical laboratory. Medical laboratory അല്ലെങ്കിൽ clinical laboratory. A place where tests are done on clinical specimens. അതായത് ക്ലിനിക്കൽ സ്പെസിമെൻസ് ഒക്കെ എടുത്തിട്ട് പേഷ്യന്റിന്റെ ഹെൽത്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ പറയാ ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സ്ഥലം, അതിന്റെ പേരാണ് മെഡിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം തുഷാര. A medical laboratory help in diagnosis, treatment and dash of disease, prevention of പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ചെയ്യാം. അതായത് മെഡിക്കൽ ലബോറട്ടറിയിലെ ടെസ്റ്റുകളിൽ വഴിയാണ് രോഗത്തെ എന്താണെന്ന് മനസ്സിലാക്കുന്നതും അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക മാത്രമല്ല അത് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നത് കേട്ടാ. ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം അത് വരാതിരിക്കാൻ കൂടിയുള്ള കാര്യങ്ങളാണ്. ഇത് എടുത്തുകൂടി പറയുന്നത് എന്തിനാണ് നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടാ. ഇനി കുറെ സമയം ഇതൊക്കെ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാതിരിക്കാനും കൂടി ഒക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Medical laboratory is a part of the laboratory that is equipped with various dash all ആണ്. ബയോകെമിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, പിന്നെ എന്താ പറയാ റിയേജൻസ് ഉണ്ട് അല്ലെങ്കിൽ കെമിക്കൽസ്, പിന്നെ എക്യുപ്മെന്റ്സ്, ഇതെല്ലാം തന്നെ ഉണ്ട് അല്ലെ മെഡിക്കൽ ലബോറട്ടറിയില്. ഓക്കെ, നെക്സ്റ്റ് വൺ. സുമിത്ര കയറിയിട്ട് കുറെ വൈകിയാണ്, അതുകൊണ്ട് ജാസ്മിൻ തന്നെ വായിക്കേ. Which are the examples for biological specimens? Biological specimens ഏതാ? Whole blood, plasma, urine, stool. ഓക്കെ, അത് തന്നെയാണ്. അപ്പൊ ബ്ലഡ്, സെറം, പ്ലാസ്മ, സ്റ്റൂള് എക്സെട്ര ആണ് നമ്മളുടെ സാധാരണ ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് സ്പെസിമെൻസ് ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ. Who are the customers of medical laboratory? Physicians and patients. ഓക്കെ, ഗുഡ്. ഫിസിഷ്യൻസും പേഷ്യൻസും ആണ് ഒരു മെഡിക്കൽ ലബോറട്ടറിയുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. പുറത്തെ ആൾക്കാരല്ല, അവിടുത്തെ ഫിസിഷ്യൻസിനാണ് നമ്മളുടെ ടെസ്റ്റുകൾക്ക് അതിന്റെ ഫലം അറിഞ്ഞിട്ട് വേണം അവർക്ക് അവരുടെ ചികിത്സകൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ അതറിയേണ്ടത് പേഷ്യന്റിന്റെ ആവശ്യം കൂടിയാണ്. അപ്പൊ അവർ രണ്ടുപേരുമാണ് ഒരു ലാബ് ടെസ്റ്റിന്റെ കസ്റ്റമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following is not included in clinical pathology? വൈറോളജി ആണ് പെടാത്തത് അല്ലെ. ബാക്കി മൂന്നും ഹെമറ്റോളജിയും ഹിസ്റ്റോപാത്തോളജിയും അതുപോലെ തന്നെ സൈറ്റോളജിയും അതിനകത്ത് വരുന്നതാണ്. വൈറോളജി അതിനകത്ത് പെടാത്തതാണ്. നെക്സ്റ്റ് വൺ. Which of the following is included in clinical biochemistry? Neither A nor B. അതെ, ഇതിനകത്ത് പെടുന്നത് ഏതാണെന്നാണ്. അത് രണ്ടും അതിൽ പെടാത്തതാണ് അല്ലെ. കാരണം അത് രണ്ടും ക്ലിനിക്കൽ മൈക്രോബയോളജിയിലാണ് പെടുന്നത്, ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ വരുന്നതല്ല. നെക്സ്റ്റ് വൺ. What is the qualification of laboratory director? Doctoral degree, MD or PhD. ഓക്കെ, അതാണ് കേട്ടാ ഡോക്ടറൽ ഡിഗ്രി. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ട് MD PhD. ഇനി ചിലപ്പോ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്യും. ചിലപ്പോ അതുകൂടി അതിന്റെ കൂടി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും കേട്ടോ. ഓക്കെ, അടുത്തത് MD PhD പറഞ്ഞാൽ മതി. Supervision of day-to-day functions of lab is the responsibility of technical supervisor.
അതിന് മുമ്പില്ലേ ക്വസ്റ്റ്യൻ? ഒരു question ഉണ്ട്. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മമ്മി അയ്യോ മിസ് ഞാൻ എഴുതിയിട്ടില്ലല്ലോ. നെറ്റ് ഇവിടെ ഒന്ന് ഇതായി പോയിരുന്നു. ആണോ? ആ ഇപ്പൊ വായിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാ പ്രൊവൈഡിങ് സൂപ്പർവൈസിംഗ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ് അതല്ലേ പറഞ്ഞത്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസർ അല്ലല്ലോ. അല്ലേ? General supervisor. ജനറൽ സൂപ്പർവൈസറിന്റെ ജോലിയാണ്. സൂപ്പർവിഷൻ നടത്തുന്നത് സൂപ്പർവൈസർ ആണ് കേട്ടോ. ജനറൽ സൂപ്പർവൈസർ ആണ്. ഡേ ടു ഡേ ഫങ്ഷൻസ് ലാബിൽ നടക്കുന്ന പ്രവർത്തനങ്ങളല്ലേ, അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഓരോ ദിവസവും എല്ലാ ദിവസവും അത് സൂപ്പർവൈസ് ചെയ്യുന്ന ആള് ജനറൽ സൂപ്പർവൈസർ ആണ് കേട്ടോ. മറ്റേയാള് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് സൂപ്പർവിഷൻ നടത്തണേ. മനസ്സിലായോ? ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ഇത് പറയുന്നത് കേട്ടോ, ടെക്നിക്കൽ സൂപ്പർവൈസർ. ജാസ്മിന വിട്ടുപോയ ക്വസ്റ്റ്യൻ വായിച്ചു എന്റെ ഇടയില്. Controlling and managing all lab operations and ensuring quality patient care is the responsibility of laboratory director. ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് ലാബിലെ ഓപ്പറേഷൻസ് ഒക്കെ എന്താ പറയാ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, മാത്രമല്ല പേഷ്യന്റ് കെയർ വളരെ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള എന്താ പറയാ പേഷ്യന്റ് കെയർ ആണ് കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. General supervisor may be the same person as the dash lab director or technical supervisor. Lab director or technical supervisor. Okay, next one. Expand PBT. Phlebotomist. Phlebotomist. Okay. Next. Gathering blood samples from patients for lab tests is done by phlebotomist. ഫ്ലബോട്ടമിസ്റ്റിന്റെ ഒരു ഡ്യൂട്ടി ആണ്, റെസ്പോൺസിബിലിറ്റി ആണ് ബ്ലഡ് സാമ്പിൾസ് ഒക്കെ പേഷ്യൻസിൽ നിന്ന് എടുക്കുക എന്നുള്ളത് അല്ലെ. ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ഒക്കെ എടുക്കുന്നത് ഫ്ലബോട്ടമിസ്റ്റ് ആണ് അതിന്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. Which are the things affected in the infrastructure of laboratory? എന്തൊക്കെയാണ്? Signage അല്ലല്ലോ. Quality of research data. Quality of research data. Efficiency and safety of laboratory workers. ഇതാണ് കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് ഇവരെ എഫക്ട് ചെയ്യുന്നതാണ്. ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ, നമ്മൾ കണ്ടെത്തുന്ന ഡാറ്റകൾ, അതായത് ലാബ് ടെസ്റ്റിലൂടെ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ ക്വാളിറ്റിയും എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി ഓഫ് ലാബ് വർക്കേഴ്സ്, ലാബിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാരുടെ സേഫ്റ്റി, അവരുടെ എഫിഷ്യൻസി, ഇത് രണ്ടുമാണ് കേട്ടോ. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് അല്ലേ എഴുതിയുള്ളൂ? Yes, teacher. ഓക്കെ, തിരുത്താനുള്ളതെങ്കിൽ തിരുത്തണേ, തിരുത്തി എഴുതണോട്ടാ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം, വേഗാവട്ടെ. അടുത്തത് next one. Signage consists of informations such as dash. സൈനേജില് ഉൾപ്പെടുത്തേണ്ട ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണെന്നാണ്. അതെല്ലാനും അങ്ങനെ നമ്പർ ഇട്ടോ അല്ലെങ്കിൽ കോമന്റ് എഴുതി വെച്ചോ. ചിലപ്പോൾ അതിൽ പെടാത്തത് പെട്ടെന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരാം. തൽക്കാലം നിങ്ങൾ ആ പോയിന്റുകളെല്ലാം എഴുതുക. അടുത്തത് expands NABL. Expands NABL. Expand NABL. എല്ലാ ബിഎലൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Which are the classifications of medical laboratories? Which are the
classifications of medical laboratories according to NABL. According to NABL, which are the classifications of medical laboratories according to NABL. Next one. A laboratory that receives samples of more than 401 401 ഒരു hyphen 1000 401 to 1000 patients 500നും 1000നും ഇടയിൽ patient or participants per day is called dash. Next one. Very large sized laboratory receives more than dash patients or participants per day. More than dash patients or participants per day. അടുത്തത് a laboratory having more than one location in the same district with the same legal identity is called dash. Next one. അടുത്തത് name the policies and procedures of laboratory. Policies and procedures of laboratory. Next one. Which are the details included in label? Which are the details included in label? Next one. The requisition form
should be finished by dash requesting the test ഒരു S ഇടണം tests requesting the tests and send together with the specimen or patient to the laboratory together with the specimen or patient specimen ഒപ്പം അല്ലെങ്കിൽ patient ഒപ്പം to the laboratory. ഇവിടെ ഒരു SOP എന്ന് കണ്ടോ നിങ്ങൾ ഒരു മുന്നത്തെ പേജിൽ ഒരു പോയിന്റിൽ SOP അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് എഴുതി തന്നുണ്ടോ SOP അതായത് laboratories should maintain needful instructions for operations and maintenance of equipment in the form of SOP. A copy of same should be made available near the equipment. അതായത് അവിടെയുള്ള എക്യുപ്മെന്റുകളൊക്കെ കൃത്യമായിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമ്മളൊരു ലാബിൽ ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഏതെങ്കിലും മെഷീൻസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റുകൾ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ ആ ഒരു ലാബ് ടെസ്റ്റ് അവിടെ ഡിലേ ആകും. അപ്പൊ അത് മൊത്തം ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻസിനെ ബാധിക്കും. കാരണം ആ ഒരു ടെസ്റ്റ് നടത്തിയിട്ടായിരിക്കും അടുത്ത ആളുകളെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മൊത്തം ഒന്ന് ലാഗ് ആകും, അല്ലെങ്കിൽ സമയം കുറച്ചൊക്കെ ഡിലേ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ മെക്കാനിക്കൽ എക്യുപ്മെന്റുകളെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് ഫംഗ്ഷനിങ് പ്രോപ്പർ ഫംഗ്ഷനിങ്ങിൽ ആക്കി വെക്കണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറയണേ. എന്നിട്ട് അത് പ്രോപ്പറായിട്ട് എന്താ പറയാ SOP രീതിയിലാണെന്നാ പറഞ്ഞേക്കണം. ആ SOP എന്താന്നാ ചോദിച്ചത് നിങ്ങളോട്, എഴുതാനുണ്ടോ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണോട്ടാ. ഈ ഫുൾ ഫോംസ് ഒക്കെ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യേണ്ട ഫോമുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് അതിന്റെ ഒരു കോപ്പി. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു. ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തതിന് വേണം അതിന്റെ ഒരു കോപ്പി എന്തായാലും അവര് സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടാകും. അതാണ് ഉദ്ദേശം. ഓക്കെ, അടുത്തത് specimen or patient to the laboratory. Next one. Which of the following are not included? Which of the following are not included in the laboratory records? Laboratory records വരാത്ത ഇത് ഏതാണെന്നാണ് താഴെ പറയുന്നതില് എഴുതാം. അതിന്റെ എന്താ പറയാ കുറച്ച് പോയിന്റുകൾ ABC നിങ്ങൾ എഴുതാട്ടെ. അതിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ചോദിച്ചതുകൊണ്ട്. A, ക്വാളിറ്റി മാനുവൽ റെക്കോർഡ്സ്. ക്വാളിറ്റി മാനുവൽ അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ തന്നെയാണ്. ക്വാളിറ്റി മാനുവൽ റെക്കോർഡ്സ്, ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി മാനുവൽ റെക്കോർഡ്സ്. എ, ഓപ്ഷൻ എ ആണത്. ഓപ്ഷൻ ബി, ലബോറട്ടറി രജിസ്റ്റേഴ്സ്. Option C, stock cards and supply records. Stock cards and supply records. Stock cards and supply records. And option D, none. ഇവയൊന്നുമല്ല എന്നാണ്. Next question. What are the risks? What are the risks
of personals, PERSONNELS. Personal means workers തന്നെയാണ് കേട്ടോ, തൊഴിലാളികൾ. അവരുടെ റിസ്കുകൾ എന്തൊക്കെയാണ്? Who are working in laboratories. അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്ന്, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവരുടെ റിസ്കുകൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് റിസ്കുകൾ അവിടെ പറയുന്നുണ്ട്, അതാണ്. നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. All the laboratory personnel should have the knowledge of dash and procedures and act in accordance 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 with these at all times. All times. അടുത്തത്. അടുത്തത് നിങ്ങൾക്ക് ആ മറ്റേ പേജിലെ സൈൻസ് ആൻഡ് സിമ്പിൾസ് ഇല്ലേ, ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന സൈൻ ആൻഡ് സിമ്പിൾസ്, അതേതെങ്കിലും ഒക്കെ തരുവട്ടാ. അത് പരീക്ഷയ്ക്ക് അതെന്തിനെ സൂചിപ്പിക്കുന്ന സൈൻ ആണ്, ഒരു സൈൻ കാണിച്ചിട്ട് അതെന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ, നിങ്ങൾ ഇന്ന കാര്യത്തെ ഹാംഫുൾനെ അല്ലെങ്കിൽ ഇൻഫ്ലേമബിൾ അല്ലെങ്കിൽ പോയിസൺ എന്നതിനെ സൂചിപ്പിക്കുന്ന ആ ഒരു സിമ്പിൾ താഴെ പറയുന്നതിൽ ഏതാണെന്ന് ചോദിക്കാം. ആ രണ്ട് രീതിയിൽ ചോദിക്കാം. ഇപ്പൊ തൽക്കാലം ഞാനത് വരച്ചു തരത്തില്ല. നിങ്ങൾക്ക് അതിനൊരു എക്സാം പോലെ മോക്ക് ടെസ്റ്റ് വന്നപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. തന്നിട്ടില്ലേ? മോക്ക് ടെസ്റ്റിൽ അങ്ങനെ തന്നില്ലേ ക്വസ്റ്റ്യൻ? സിമ്പിൾ കാണിച്ചിട്ട് ആ സിമ്പിള് താഴെ പറയുന്നതിൽ എന്ന കാര്യം എന്തിനെ സൂചിപ്പിക്കുന്ന സിമ്പിളാണ്. അപ്പൊ അത് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു 12 എണ്ണം ഉണ്ട് അല്ലെ, 12 സിമ്പിൾസ് ആണ് കൊടുത്തേക്കണം. അപ്പൊ 12 സിമ്പിൾസ് നിങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന്, 12 അല്ല 13 സിമ്പിൾസ് ഉണ്ട്. അത്രയും സിമ്പിൾ നിങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് ഓരോന്നൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നമ്മള് കുറെയൊക്കെ നമ്മൾക്ക് പരിചിതമാണ്, കാരണം അത് നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചിലതൊക്കെ കോമൺ ആയിട്ട് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല മറ്റ് പല എന്താ പറയാ ഓർഗനൈസേഷൻസിലൊക്കെ നമ്മൾ സന്ദർശിക്കാനൊക്കെ വരുമ്പോൾ നമുക്ക് കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ചിലത് ഹോസ്പിറ്റൽസിൽ മാത്രം കാണുന്ന സൈനേജുകളാണ്. അപ്പൊ ഓർക്കുക, ഈ ഒരു ഇത്രയും എണ്ണം എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പൊ എന്തായാലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം മറക്കണ്ട. അത് ഞാനിപ്പോ നമുക്ക് പാടാണ് വരച്ച് കാണിക്കാനും അതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ എല്ലാം പഠിച്ചു വെച്ചേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റെസ്പോൺസിബിലിറ്റീസ് ആണ് ലാബ് മാനേജറിന്റെ. ഇതൊക്കെ തന്നെ ഇതുപോലെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരാന്ന്. എഴുതിക്കോ. Discharging additional duties
assigned in support of, assigned, ASSIGNED, assigned in support of dash, in support of dash, is the responsibility of lab manager. Responsibility of lab manager. Okay, അതിന്റെയൊക്കെ ആൻസേഴ്സ് വേഗം ഒന്ന് പറഞ്ഞേ. Answer is വായിച്ചോ. signage consists of information such as name, registration number, service offer, working hours, contact number, fees for different. ഓക്കെ, അതൊക്കെ തന്നെയാണ് സൈനേജിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്. നെയിം, രജിസ്ട്രേഷൻ നമ്പർ, സർവീസ്, എന്തൊക്കെ സേവനങ്ങളാണ് ലാബിൽ ഓഫർ ചെയ്തിരിക്കുന്നത്, അതിന്റെ വർക്കിംഗ് അവേഴ്സ്, കോണ്ടാക്ട് നമ്പർ, പിന്നെ ഫീസ്, ഓരോ ടെസ്റ്റിനും വേണ്ടി വരുന്ന ഫീസ്, ഇതൊക്കെ എന്തായാലും സൈനേജിനകത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അപ്പൊ ആളുകൾക്ക് എളുപ്പം, അല്ലെങ്കിൽ ഇത് ഓരോന്നിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈൻ ബോർഡിൽ അല്ലെങ്കിൽ സൈനേജിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ലുക്ക് അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് NABL. National Accreditation Board for Testing and Calibration Laboratories. Okay, very good. National Accreditation Board for Testing and Calibration Laboratories ആണ് അതിന്റെ NABL expanded form. Next one. Which are the classification of medical laboratory according to NABL? Small sized, medium sized, large sized, very large sized. Multiple location. അതുകൂടി ഇട്ടിട്ട് അതുകൂടി ഇങ്ങനെ മൾട്ടിപ്പിൾ ലൊക്കേഷൻ. അപ്പൊ അതിനകത്ത് ചോദിക്കാൻ വേണമെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലബോറട്ടറിയിൽ വരാത്തത് എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെന്നെങ്കിലും ഒരെണ്ണം കൊണ്ടുവന്നിടാം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഓളെന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം അല്ലെ. സ്മോൾ സൈസ്ഡ് ഉണ്ട്, മീഡിയം സൈസ്ഡ് ഉണ്ട്, ലാർജ് സൈസ്ഡ് ഉണ്ട്, വെരി ലാർജ് സൈസ്ഡ് ഉണ്ട്, മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ വരുന്നതും ഉണ്ട്. പല പല സ്ഥലത്തായിട്ട് സെയിം ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തുകൊണ്ട് പല പല സ്ഥലത്ത് ലൊക്കേഷൻ മാറ്റി, അതാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ. ഒരേ കാര്യങ്ങളാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ലബോറട്ടറിയുടെ. അപ്പൊ ഇതിന്റെ ഒരു ബ്രാഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന പോലെ പല ലൊക്കേഷൻസിൽ കൊടുക്കുക. അതന്നെ. നെക്സ്റ്റ് വൺ. A laboratory that receives samples of more than 401 to 1000 patients. Large sized. Large sized laboratory ആണ്. Next one. Okay. Very large sized laboratories receives more than dash patients or participants per day. 1000 ആണ്. Okay. Next one. A laboratory having more than one location in the same district with the same legal identity is called multiple location. Okay. അതന്നെയാണ് multiple location. Next one. Name the policies and procedures of laboratory. Sample labeling and documentation. Requisition form. Sample acceptance or rejection. Laboratory record. Okay. നാലെണ്ണമാണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. പിന്നെ അടുത്തത് വായിക്കണ്ടേ സുമിത്രല്ലേ? Which are the details including labeling? അത് ഞാൻ എഴുതിയിട്ടില്ല ടീച്ചറെ. ലേബലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ലേബലില് ചെയ്യേണ്ടത്? അതായത് നമ്മളുടെ ബോഡി ഫ്ലൂയിഡുകളോ അല്ലെങ്കിൽ ബ്ലഡ് എന്തെങ്കിലും എടുക്കുമല്ലോ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആ സാധനത്തിന് എന്തെങ്കിലും കേട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വല്ലവരുടെയൊക്കെ ടെസ്റ്റ് ചെയ്ത് വല്ലവർക്കും റിസൾട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ എന്തൊക്കെ വേണം അതില്? പേഷ്യന്റ് നെയിം, ഏജ്, ജെൻഡർ, ഇതൊക്കെ മെൻഷൻ ചെയ്യണം. അതൊക്കെ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്റെ റിസൾട്ട് എടുത്ത് വേറൊരാളുടെ റിസൾട്ട് എടുത്ത് നമുക്കും അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ അല്ലെ. പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം ഒരാൾക്ക് ഇല്ലാത്ത രോഗത്തിന് മരുന്നൊക്കെ കഴിക്കേണ്ടി വരിക. ചിലപ്പോൾ ഡേഞ്ചറസ് സിറ്റുവേഷനിലുള്ള ഒരാൾക്ക് ആ മരുന്ന് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് കിട്ടാതെ വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇതൊക്കെ
ഭയങ്കര വലുതാണ് അല്ലെ. അപ്പൊ അത് വേണം, പേഷ്യന്റിന്റെ ID വേണം, പിന്നെ എന്ത് ടെസ്റ്റ് ആണ് റിക്വസ്റ്റ്. ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ. അതെ, സ്പെസിമെൻ കളക്ട് ചെയ്തിരിക്കുന്ന സമയവും ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. The requisition form should be finished by dash requesting the test and sent together with the specimen or patient to the laboratory. Doctor or health worker. ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ ആണ് റിക്വസിഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഫിനിഷ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്. Which of the following are not included in the laboratory record? Quality manual records, laboratory registers, stock cards and supply records. None. ആണ്. ഇതെല്ലാം അതിനകത്ത് വേണ്ട റെക്കോർഡുകളാണ് അല്ലെ, ലാബില് സൂക്ഷിക്കേണ്ട റെക്കോർഡുകളാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ. ഓക്കെ, നെക്സ്റ്റ്. What are the risk of personnel who are working in laboratory? Various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. Very good. Okay, next one. All the laboratory persons should have the knowledge of dash and procedure and act in accordance with their at all times. Safety policy. ലബോറട്ടറി സേഫ്റ്റി പോളിസീസ് ആണ്. ലബോറട്ടറി ലാബിന്റെ സേഫ്റ്റി പോളിസീസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതാണ് പ്രധാനമായിട്ടുള്ള സേഫ്റ്റി മെഷർ. അതാണ് ലാബിന്റെ സേഫ്റ്റി പോളിസീസ് എന്തൊക്കെയാണോ അത് ഫോളോ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിവുള്ള ആളായിരിക്കണം. നെക്സ്റ്റ് വൺ. ഇനിയുണ്ടോ? ഇല്ലല്ലോ. Discharging additional duties assigned in support of dash is the responsibility of lab manager, laboratory operations. അതെ, ഡിസ്ചാർജ് അതായത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ലാബ് ഓപ്പറേഷൻസ് അല്ലേ. കഴിഞ്ഞില്ലേ? ഇല്ലല്ലോ. ഇനിയില്ല. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലാബ് സർവീസസിൽ ഉള്ളത്. അധികം എന്താ പറയാ, കുറച്ച് കൂടുതൽ മറ്റേ ഇതൊക്കെ ആയതുകൊണ്ട് അതിനകത്തുനിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷെ എങ്കിലും ഈ തന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ തരാത്ത ക്വസ്റ്റ്യൻസ് കുറച്ചുള്ളതുണ്ട്. അതേതാണ് ആ സൈൻ ബോർഡുകളുടെ ആ സൈനുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഞാനിപ്പോ പ്രത്യേകിച്ച് തരുന്നില്ല. പിന്നെ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്നതും തന്നിരിക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിച്ചൊക്കെ നോക്കുക കേട്ടോ. പിന്നെ കൂടാതെ എക്സ്പാൻഡഡ് ഫോമുകൾ അതും നമ്മൾ എക്സ്ട്രാ എഴുതിയിട്ടില്ല, ചിലതിന്റെ ഒന്നും ഈ ചാപ്റ്ററിൽ വരുന്നത്, ലബോറട്ടറി സർവീസസിൽ വരുന്നത്. ഇനി ലബോറട്ടറി സർവീസ് അറിയോ? NABL എഴുതിയിട്ടില്ലേ? എഴുതിക്കോ. ഞാൻ ഇപ്പൊ വൈകിപ്പോയാ എന്ത് പറ്റിയത്? അല്ല ടീച്ചറെ, ഞാനത് നോട്ടിൽ എഴുതിയിട്ടില്ല തോന്നുന്നു. എഴുതിക്കോ. നാഷണൽ അക്രഡിറ്റേഷൻ, ACCREDITATION, അക്രഡിറ്റേഷൻ ബോർഡ്, BOARD, ബോർഡ് ഫോർ ടെസ്റ്റിംഗ്, board for testing and calibration, CALIBRATION, calibration laboratories, National Accreditation Board for Testing and Calibration Laboratories. കിട്ടിയോ? Yes, teacher. ഇനി ഈ ലബോറട്ടറി സർവീസസ് കഴിഞ്ഞിട്ട് പിന്നെ ഏത് ചാപ്റ്റർ നമ്മൾ എടുത്തത്? ലോണ്ടറി. അപ്പൊ അതിന്റെ ചാപ്റ്റർ അടുത്ത ദിവസത്തേക്ക് അതുമായിട്ട് റെഡി ആയിട്ടിരുന്നോളണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട് പിന്നെ ഒരെണ്ണം കൂടി ഉള്ളൂ അല്ലെ, മെഡിക്കൽ ടെർമിനോളജി. അതിനകത്ത് കുറെ ടേംസ് തന്നെയാണ് പഠിക്കാനുള്ളത്. ഞാനത് നിങ്ങളോട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ടേംസുകൾ മാത്രം, അതിന്റെ എന്താ പറയാ നമ്മളുടെ പ്രിഫിക്സും സഫിക്സും അതുപോലെ തന്നെ എക്സ്പാൻഡഡ് ഫോമും നിങ്ങൾ ആ പറഞ്ഞു തന്ന നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞതാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാൻ മുഴുവനൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പൊ ലോണ്ടറിയുടെ ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം കറക്റ്റ് ആയിട്ട് കയറിക്കൊള്ളട്ടാ. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു. Thank you, teacher. Bye. Bye. Thank you.